ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ അടുത്തൊരു സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സെഗ്മെന്റിൽ ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോയും കൂടിയാണ്. വേറൊന്നുമല്ല, എന്തുകൊണ്ടിട്ടാണ് നമ്മൾ വെള്ളം നന്നായിട്ട് കുടിക്കണം എന്ന് പറയാനുള്ള കാരണം എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരത്തിൽ 60% വെള്ളമാണ്. ഓക്കെ, അപ്പം ആ വെള്ളം നമ്മള് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ എന്താണത്, അതിൻ്റെ കൊണ്ടുള്ള പർപ്പസ് എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് മെയിനായിട്ടും ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ നിലനിർത്താൻ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ഓരോ ഫങ്ഷൻസും പ്രോപ്പർ ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് വെള്ളം കുടിക്കുന്നത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഇന്ന സീസൺ എന്നൊന്നുമില്ല. അതിപ്പോ ചൂടാവട്ടെ തണുപ്പാവട്ടെ ഏതൊരു സീസണും ആവട്ടെ അല്ലെങ്കിൽ ഏതൊരു കാലഘട്ടവും ആവട്ടെ, നമ്മൾ വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു 60% മനുഷ്യന്റെ ശരീരം വെള്ളമാണെന്ന്. പക്ഷെ അത് വാരി ചെയ്യാം, അല്ലെങ്കിൽ അതിൽ വ്യത്യാസങ്ങൾ വരാം. ആണെന്നോ പെണ്ണെന്നോ, അല്ലെങ്കിൽ പ്രായമായവരോ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോ, അല്ലെങ്കിൽ എന്താ തീരെ ചെറിയ കുഞ്ഞുങ്ങളോ, അങ്ങനെ ഒരുപാട് പ്രായഭേദമന്യേ അതിൽ വേരിയേഷൻസുകൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഇത് എന്തൊക്കെ ഘടകങ്ങളാണ് ഈ വെള്ളം കുടിക്കാതെ വരുമ്പം അഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പോൾ എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതിനെ പറ്റി നമുക്ക് നോക്കാം. മെയിൻ ആയിട്ടും നമ്മുടെ സ്കിൻ അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആയി കൊണ്ടു നടക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് മെയിൻ ആയിട്ട്. കാരണം വെച്ചാൽ നമ്മുടെ ശരീരത്ത് വെള്ളമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് ഏറ്റവും കൂടുതൽ വലിഞ്ഞ് അല്ലെങ്കിൽ ചുക്കിച്ചുളിഞ്ഞ് ആകെ ഒരു എന്താ മോശമായ കണ്ടീഷനിലേക്ക് നമ്മുടെ സ്കിന്ന് പോകും. മാത്രമല്ല നമ്മുടെ ബോഡി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുമ്പം ഈ ചൂടേറ്റ് വിയർപ്പ് രൂപേണയാണെങ്കിലും യൂറിൻ രൂപേണയാണെങ്കിലും കുറെ വെള്ളം പോകുന്നതാണ്. അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾ മാക്സിമം വെള്ളം ഇൻടേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോഡി ഫങ്ഷൻസ് നല്ല പ്രോപ്പർ ആയിട്ട് നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും, നമ്മൾ ഹൈഡ്രേറ്റഡ് ആയി കൊണ്ട് നടക്കുകയാണെങ്കിൽ മാത്രം. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് റെഗുലേറ്റ്സ് ബോഡി ടെമ്പറേച്ചർ. അതായത് നമ്മുടെ ശരീരം ചൂടാവുന്ന സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മളെ വിയർപ്പ് പോകുന്നതാണ്, നമ്മുടെ ശരീരത്തിൽ നിന്നും പുറന്തള്ളപ്പെടുകയാണ്. അത് നമ്മൾ ഈ കുടിക്കുന്ന വെള്ളത്തിൽ തന്നെയാണ് അത് വിയർത്ത് പോകുന്നത്. അപ്പൊ നമ്മൾ വെള്ളം ധാരാളമായിട്ട് കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിയർത്ത് പോകാൻ ചിലപ്പോൾ ശരീരത്തിൽ വെള്ളം കാണത്തില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല നമ്മുടെ ശരീരം ചൂടാവുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ തന്നെ കൂളാക്കാനായിട്ട് ഈ വെള്ളം കുടിക്കുന്തോറും സ്വെറ്റിങ് വരും. ആ സ്വെറ്റിങ്ങിലൂടെയും നമ്മുടെ ശരീരം ഒന്ന് കൂളാക്കാൻ, ആ ടെമ്പറേച്ചറായി കിടക്കുന്ന ശരീരം കൂളാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അടുത്തൊരു പോയിന്റ് ആണ് ഇംപ്രൂവ് ബ്രെയിൻ ഫങ്ഷൻസ്. അതായത് നമ്മുടെ ബ്രെയിനിലെ കോൺസെൻട്രേഷൻ ആണെങ്കിലും എന്തൊരു കാര്യമാണെങ്കിലും നമ്മുടെ ബ്രെയിൻ സ്ട്രെങ്ത് ആവാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ ഈ വെള്ളം കുടിക്കുന്നതനുസരിച്ചിട്ടാണ്. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയ്ഡ്സ് ഡൈജഷൻ. അതായത് നമ്മുടെ ശരീരത്തില് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനൊപ്പം തന്നെ വെള്ളവും കുടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ആ ഒരു ഭക്ഷണത്തെ വേഗം ദഹിപ്പിക്കാനായിട്ട് ഈ വെള്ളത്തിന് സാധിക്കും. അതായത് എന്താ പറയാ, ഒന്നൊരു ജ്യൂസി ആക്കാനും അതേപോലെ പെട്ടെന്ന് ദഹന പ്രക്രിയകളൊക്കെ വേഗം നടക്കാനും വെള്ളം കുടിക്കുന്നതോടുകൂടി വളരെ ഹെൽപ്ഫുൾ ആകുന്നതാണ്. അടുത്തതായിട്ട് സപ്പോർട്ട് മസിൽസ് ആൻഡ് ജോയിന്റ്സ്. അതായത് നമ്മുടെ മസിൽസിനെയും ജോയിന്റ്സിനെയും ഒരു വഴക്കം വരാനായിട്ടും അതുപോലെ തന്നെ മസിൽ സ്ട്രെങ്ത് സ്ട്രോങ് ആവാനും വെള്ളം കുടിക്കുന്നത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊന്നും ആരും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, അടുത്തതായിട്ട് റിമൂവ് വേസ്റ്റ്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള വേസ്റ്റ്, അതായത് നമ്മൾ വെള്ളം കുടിക്കുന്നതനുസരിച്ച് യൂറിന്റെ രൂപേണയാണ് ആ വേസ്റ്റ് പോകുന്നത്. അപ്പം കിഡ്നിയാണ് അത് ഫിൽട്ടർ ചെയ്തെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വെള്ളം ധാരാളമായി കുടിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് എന്തിന് സഹായിക്കുകയുള്ളൂ, ഈ പറയുന്ന വേസ്റ്റ് പുറന്തള്ളപ്പെടാനായിട്ടും സഹായിക്കുകയുള്ളൂ. ലാസ്റ്റ് ആയിട്ടൊരു കാര്യം, സപ്പോർട്ട് ഹെൽത്തി സ്കിൻ. അതായത് നമ്മുടെ മുഖത്തെ സ്കിന്നിലാണെങ്കിലും അല്ലെങ്കിൽ ബാക്കി കൈകാലിലെ സ്കിന്നുകളൊക്കെ ആണെങ്കിലും ഒരു ഗ്ലോ വരാനും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്ന് പ്രോപ്പറായിട്ട് നല്ലൊരു രീതിക്ക് വിസിബിളായി നല്ല ബ്രൈറ്റൻ ആവാനും ഒക്കെ വെള്ളം
അതായത് വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ചില ആൾക്കാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളം കുടിക്കാതെ ഇരുന്നിരുന്നിരുന്ന് അവസാനം സ്കിന്നൊക്കെ കയറി അങ്ങ് ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്കിന്ന് വളരെ ഡാമേജ് ആയി പോകും. സെൽസിനൊന്ന് റിപ്പയറേഷനും കാര്യങ്ങളൊക്കെ വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി തീരും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നിർബന്ധമായിട്ടും വെള്ളം കുടിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഈ വെള്ളത്തിന്റെ കാര്യവും അതേപോലെ തന്നെ വെള്ളം കുടിക്കുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അത് എഫക്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒട്ടുമിക്ക കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ.